ആത്മാവിനെ കണ്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, താങ്കൾ ഇതുവരെയും രക്ഷപ്പെട്ടില്ലേ? ശുദ്ധീകരണ സ്ഥലത്ത് തന്നെയാണോ? ആത്മാവ് വേദനയോടെ പറഞ്ഞു, അതെ, എനിക്കിനിയും കുറേ നാൾ കൂടി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. കാരണം ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല. അതിനാൽ എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളെല്ലാം എൻ്റെ പ്രാർത്ഥനയിലൂടെ രക്ഷ നേടേണ്ടിയിരുന്ന ആത്മാക്കൾക്ക് വേണ്ടി നീതിമാനായ ദൈവം കൽപ്പിച്ചു നൽകി. പ്രിയമുള്ളവരെ, നാം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ വലിയൊരു നിക്ഷേപം തന്നെയാണ് നാം കരുതി വയ്ക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന മൂലം ശുദ്ധീകരണാത്മാക്കൾ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, അതോടൊപ്പം നമുക്കും വലിയ ഒരു നിക്ഷേപം, നമ്മുടെ മരണസമയത്തും ആ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ രക്ഷ നേടിയ ആത്മാക്കൾ നമുക്ക് വലിയ സഹായകമായി തീരും. നമ്മുടെ പ്രാർത്ഥനയിലൂടെ രക്ഷ നേടിയ ആത്മാക്കൾ നമ്മോടെന്നും നന്ദിയുള്ളവരായിരിക്കും. അവർ നമ്മെ ഒരിക്കലും